പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തകർന്നടിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ കലാപത്തിന് വഴിയൊരുങ്ങി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വൻ പരാജയമാണെന്ന മുഖ്യ ആയുധവുമായി എതിർചേരി രംഗത്തിറങ്ങും. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തതും സന്ദീപ് വാര്യരെ അവഗണിച്ച് പുറത്താക്കിയതും ബി.ജെ.പി. നേതൃത്വത്തിന്റെ പിടിവാശിയായിരുന്നു. കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നീക്കത്തിൽ കുറഞ്ഞതൊന്നും എതിർക്കുന്നവർക്ക് മുന്നിലില്ല. അയ്യോ പോയേ ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും. ജനങ്ങൾക്ക് വല്ലതും ചെയ്തു കൊടുക്കണം. അല്ലാതെ ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും ജനങ്ങളെ തേടി പോയി കഴിഞ്ഞാൽ അവർ റിസൾട്ടിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കും. ഇപ്പം വയനാട്ടിലെയും പാലക്കാട്ടെയും ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ്. അതൊരു റിഫ്ലക്ഷനാണ്, ജനങ്ങളുടെ ഹേറ്റഡിന്റെ റിഫ്ലക്ഷൻ. ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയോടും സെൻട്രൽ ഭരിക്കുന്ന പാർട്ടിയോടുമുള്ള ജനങ്ങളുടെ ഹേറ്റഡിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. വയനാട്ടിലെ കാര്യം തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. വയനാട്ടിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അവർക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് എലക്ഷൻ റിസൾട്ടിലൂടെ പ്രതിഫലിക്കുന്നത്. ഇപ്പം എലക്ഷൻ കഴിഞ്ഞതോടുകൂടി പാലക്കാട്ടെയും വയനാട്ടിലെയും നാണംകെട്ട തോൽവിക്കൊടുവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവാണ്. അദ്ദേഹമാണ് ബി.ജെ.പിയുടെ തലപ്പത്തിരിക്കുന്നത്, കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ തലപ്പത്തിരുന്നിട്ടും പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മൾ കാണുന്നതാണല്ലോ, കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇപ്പൊ 6 വർഷത്തിൽ കൂടുതലായി പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സുരേഷ് ഗോപി സാറിന്റെ ജയം എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു പുരോഗമനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി സാർ ജയിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി കൊണ്ടും അദ്ദേഹത്തിന്റെ ഇമേജ് കൊണ്ടും മാത്രമാണ് സുരേഷ് ഗോപി സാർ ജയിച്ചത്. അതിനകത്തും കെ സുരേന്ദ്രന്റെ എന്ന് പറയുന്ന നേതാവിന്റെ വല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? നല്ല നേതാക്കന്മാരൊന്നും തന്നെ ഇല്ല. ഇപ്പൊ പാലക്കാട്ടെ കാര്യം എടുത്തു നോക്കുക. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമാണല്ലോ ജയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. പണ്ടത്തെ ജാമ്പവാന്റെ കാലത്തെ കുറെ ഫിലോസഫി അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും തന്നെ ഇനി ഇപ്പൊ ജനങ്ങൾക്ക് ആവശ്യമില്ല. നല്ല പ്രായം കുറവുള്ള പുതിയ ചിന്താഗതിയുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ ഉറപ്പായിട്ടും പഴയ ആൾക്കാർ പരാജയപ്പെട്ടു പോകും. ഇനിയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മത്സരാർത്ഥികളെ നിർത്താൻ വേണ്ടിയിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി പോകാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. ഇപ്പൊ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത് ഏത് സമയത്താണെന്ന് അറിയാമോ? ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഉണ്ടായില്ലേ, ആ സമയത്താണ്. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള മീഡിയ കവറേജ് അദ്ദേഹത്തിന് കിട്ടി. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി. അയ്യോ, താഴെ വീട് കരഞ്ഞോണ്ട് വരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു രക്ഷക പരിവേഷമൊക്കെ അദ്ദേഹം സ്വയം ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇലക്ഷൻ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ വേണ്ടി പറ്റിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നത് ആ സമയത്താണ്. പക്ഷെ ആ സമയത്ത് പത്തനംതിട്ടയിലാണ് അദ്ദേഹം നിന്നത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം വൻ പരാജയമായിരുന്നു. പിന്നെ ഇനി ഒരു ജയിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിലും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കടന്ന് കരഞ്ഞിട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്നയാൾ ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കേരളം ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. LDF അവര് കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം കൂടിയിരിക്കുമ്പോൾ പാർട്ടി ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതായത് ഇപ്പോൾ 5 വർഷം LDF ഭരിച്ചെങ്കിൽ അടുത്ത വർഷം വേറെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കണം ഭരിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ടി തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അവിടെ അഴിമതി കൂടും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അഴിമതി കൂടും. ജനങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഷിഫ്റ്റ് ചെയ്യണം. എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ കറങ്ങി വരണം, ഒരു സൈക്ലിക് മാനറിൽ വരാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. ഇപ്പൊ കേരളം അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു കാര്യം അതാണ്. ഇപ്പം നമ്മുടെ കേന്ദ്രം അനുഭവിക്കുന്ന പ്രശ്നത്തിലും കാര്യം അതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാർട്ടി തന്നെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് അഴിമതി ചെയ്യാനുള്ള വ്യഗ്രത കുറച്ചും കൂടി കൂടും. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ടോട്ടലി ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയോട് മുഴുവനായിട്ട് ഹേറ്റഡ് ആണ്. ഈവൻ ആ പാർട്ടിയിലുള്ള മെമ്പേഴ്സിനോടും, ഞാൻ ഏത് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ആ പാർട്ടിയിലെ മെമ്പേഴ്സിന് പോലും ആ പാർട്ടിക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. അതേ സെയിം കാര്യമാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥയും. ചുമ്മാ ചെന്ന് കുറെ സിനിമ ഡയലോഗ് അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല.
രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യണം. കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങൾ ചെയ്തു തരാമേ എന്ന് വെറുതെ ഫോൾസ് ആയിട്ട് പറഞ്ഞുകൊണ്ടോ കേരളത്തിലെ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് വിചാരിക്കരുത്. അപ്പം ഏതായാലും കഴിവില്ലാത്ത നേതാക്കന്മാർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സീറ്റ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിട്ടൊരു കാര്യവും ഇല്ലെന്ന് പല പുള്ളികളും മനസ്സിലാക്കണം.